ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ പാലക്കാട് റോക്ക് ഗാർഡനിലാണ് ഉള്ളത്. ഇവിടെ കാണാൻ അടിപൊളിയായിട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടെ പറഞ്ഞാൽ നമ്മൾ വെറുതെ കളയുന്ന വേസ്റ്റുകളില്ലേ, ഈ ടൈലിന്റെ വേസ്റ്റ്, മറ്റേ ഗ്രാനൈറ്റിന്റെ വേസ്റ്റ്, അതിൻ്റെയൊക്കെ വേസ്റ്റുകൾ എടുത്തിട്ടാണ് ഇവിടെ ഫുള്ള് അലങ്കരിച്ചിരിക്കുന്നത്. വേസ്റ്റ് മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്തിരിക്കണം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതാണോ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കഴിക്കുന്ന പാത്രത്തിന്റെ സ്റ്റില്ലാണ് ഇത്. ഇതാണോ, ഇതൊക്കെ വേസ്റ്റ് സാധനമാണ്. ഇതൊക്കെ വെച്ചിട്ട് ഒരു ചെയ്തിരിക്കുന്നുണ്ടോ, നല്ല രസമുണ്ടല്ലോ കാണാൻ. ഓടാണ് കേട്ടോ ഇത്. ഓടിന്റെ കുറച്ച് വേസ്റ്റ് ഒക്കെ എടുത്ത് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഓടാണെന്ന് കാണുമ്പോൾ അറിയുന്നുണ്ട്. പാത്രത്തിന്റെ വേസ്റ്റ് ഇല്ലേ, പാത്രത്തിന്റെ വേസ്റ്റ്, പ്ലേറ്റിന്റെ ഈ സാധനം, ഇത് കക്കത്തോട്. ഇത് എന്ത് മീനാണ്? ഇമോഷണൽ ഡാമേജ്. ഇലക്ട്രിക്കലിന് എന്തൊക്കെ വേസ്റ്റ് സാധനം നമ്മൾ പോസ്റ്റിലൊക്കെ കാണാറുണ്ട്. ഈ സാധനം കാണാറുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. ആ സാധനം മനസ്സിലായോ? ഫ്യൂസിൻ്റെതാണ്. ഇതൊക്കെ ഫ്യൂസ് ആണ് കേട്ടോ. നമ്മുടെ ക്രിയേറ്റീവ് എത്ര ഇതുപോലുള്ള സാധനങ്ങൾ കാണുന്നില്ലേ. എന്തേ എന്താ സമ്മതിക്കണവര്, അവരെവിടെയൊക്കെ ചിന്തിക്കണ്ടെന്ന് അറിയോ. നമ്മളുണ്ട് എന്തെങ്കിലും കേട് വന്ന് അങ്ങനെ എടുത്തത്. അത് പോയിന്റാണ് കേട്ടോ. ഇതാരാ അവിടെ ഫോട്ടോ അവിടെ പോയി നിൽക്ക്. ഇത് കണ്ടിട്ട് ഒരു നാറാണത്ത് ഭ്രാന്തി കല്ലെടുക്കുന്ന പോലെ ഉണ്ട്. അതിൻ്റെ താഴെ ഒരു നാറാണത്ത് ഭ്രാന്തി നിൽക്കുന്നുണ്ട് ഗൈസ്. എന്താണ് കോൺക്രീറ്റ് വേസ്റ്റ് എല്ലാം ഒരു കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നില്ല. രസമുണ്ട് കേട്ടോ. ഒരു പോസ് കൊടുക്ക്. ചെവി പൊത്തുകയാണ്. എന്തെങ്കിലും നിന്റെ നുണയൊക്കെ പറഞ്ഞു കൊടുക്ക് ചെവിയിൽ. എന്നെ പറ്റി രണ്ടു പേർക്ക് പറഞ്ഞു കൊടുക്ക്. ഇവനെ കാണുമ്പോ അച്ഛന് ഓർമ്മ വന്നാ? അവിടെയോ കണ്ട പരിചയം, കൂടെ പഠിച്ചായിരിക്കും. അല്ല വല്ലത് കേൾക്കണ്ട, ഒക്കെ കളിയൊക്കെയാണ്. നമ്മുടെ ഒരു കോൺക്രീറ്റ് കമ്പി ഉള്ളിലൂടെ വെച്ചിട്ടാണ് ഈ സാധനം വെച്ചിരിക്കുന്നുണ്ടോ. ഇതൊക്കെ തുടർന്നത് ആദ്യമായിട്ടാണ് ഈ സാധനം. മറ്റേ ട്രാൻസ്ഫോമറിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുള്ളത്. മണിച്ചിത്രത്താഴിലുള്ള ആ ഒരു പോസ് അല്ലേ പറ അല്ലേ? മണിച്ചിത്രത്താഴി ഒരു ഫോട്ടോ വരില്ലേ? അതുപോലെ നിൽക്ക്. നീ വെള്ളം കോരുന്ന പോലെ നിൽക്ക്. പൈപ്പിൽ വെള്ളം പിടിക്കില്ല, അതുപോലെ നിൽക്ക്. കയ്യിലൊരു കുടം, തോളിലൊരു കുടം. കൊറേ പക്ഷികളിലൊക്കെ ഉണ്ടോ? എന്തൊക്കെ പക്ഷിയുണ്ട് പറ. എല്ലാം ഉണ്ടല്ലേ. ഓ മേലെയൊക്കെ നോക്കി കിളികളുണ്ട്. അതെന്താ കേട്ടോ സാധനം ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ ആക്കിയിട്ട്. മാവേലിന് ആരോ ചവിട്ടി താത്തുന്നത്? വാമനാണ്. മഹാബലി ഇല്ലേ? എന്താണ് മഹാബലി ഇല്ലേ ചവിട്ടി താത്തുന്നത്? അല്ല അല്ലേ? അതല്ലേ മാവേലി. അപ്പൊ അതാരാണ്? മാവേലിനെ ചവിട്ടി താഴ്ത്തുന്നു കണ്ട പാതാളത്തേക്ക്. ഓരോ ചിത്രങ്ങൾ നോക്കുമ്പോൾ ഓരോ കാര്യമാണ് നമുക്ക് മനസ്സിക്ക് വരുന്നത്. എന്താ മനസ്സിൽ വന്നത് പറ. ഇത് ഓണം. ഓണോ? ഇയാളെ കാണണ്ടേ? ഇത് കാണുമ്പോ എന്തോ ഓർമ്മ വരുന്നത്? ഓണമല്ലേ? അത് ഞാൻ പറഞ്ഞതല്ലേ. ഓണം മഞ്ഞുള്ള കോടി കൊടുത്തല്ലോ. ഇത് കാണ്ടാമൃഗമല്ലേ? അല്ല മറ്റേ ഡിനോസറിന്റെ കൂടെ ഒരു സംഭവം നടക്കില്ലേ, കൊമ്പൊക്കെയുള്ള കാണ്ടാമൃഗം പോലെ ഉള്ള. അതെനിക്കറിയില്ല. അതാണ് ഡിനോസർ. ജിറാഫ് പോലെ ഉണ്ടോ നിനക്ക് അത് കാണുമ്പോ? ഇത് മറ്റേ ഫ്യൂസിൻ്റെ മൊത്തം ഇലക്ട്രിക്കലിൻ്റെ വേസ്റ്റാണ് മൊത്തം. ഇലക്ട്രിക്കലിൽ വരുന്ന കുറേ വേസ്റ്റുകൾ വെച്ചിട്ട് ചെയ്താണ് ഈ സംഭവം.
അല്ലേ? ഭയങ്കര സെറ്റപ്പാണ് ഇവിടെ. ഇരിക്കാനായിട്ട് മരത്തടി, ഒരു മരത്തടി, ഇരിക്കാൻ ഒരു പാഴ്ത്തടി. എന്തൊരു മരത്തടി, ഇതൊരു പാഴ്ത്തടി. ഇങ്ങനെ ഇത് പോയിക്കൊണ്ടേയിരിക്കും. ഇത് കണ്ടോ? ഒരു ഫോട്ടോ എടുത്തല്ലോ. ഇവിടെ ടിക്കറ്റ് വന്നിട്ട് 25 രൂപയാണ് ഒരാൾക്ക്, അല്ലേ? ഒരാൾക്ക് 25 രൂപ, രണ്ടുപേർക്കായപ്പോൾ 50 രൂപ. ഗൂഗിൾ പേ ഒന്നും എടുക്കില്ല, നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊണ്ടുവരണം. ഗൂഗിൾ പേ എടുക്കും, പക്ഷേ സമയം ഒന്നും എന്തോ പറഞ്ഞു അല്ലേ? 10:00 ശേഷം എന്തോ പറഞ്ഞു അവർ. മാക്സിമം കയ്യിൽ കുറച്ച് പൈസ വെച്ചിട്ട് വരും. ഒരു 50 രൂപയുള്ളൂ രണ്ടുപേർക്ക് കൂടെ കയറാൻ. കൂടുതലും ഇവിടെ കപ്പിൾസാണ് വരുന്നത് അല്ലേ? അതായത് മൊത്തം കപ്പിൾസ്. ഇപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ്. പക്ഷേ സൺഡേസൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ മൊത്തം കപ്പിൾസ് ആയിരിക്കും. പിന്നെ നമ്മൾ വന്നതൊരു 10 മണിക്കൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. അവിടെ ഒറ്റ മനുഷ്യനില്ല. രാവിലത്തെ കാലാവസ്ഥയൊക്കെ മൂടി കെട്ടിയതുകൊണ്ട് അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റേജ് പോലെ ഒരു സംഭവം അല്ലേ? എന്തെങ്കിലും ചെറിയ പരിപാടിയൊക്കെ നടത്താൻ, അല്ലെങ്കിൽ ഫാമിലിയൊക്കെ വന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലെ ഒരു സ്റ്റേജൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. തെയ്യമാണ്, തെയ്യക്കോലം പോലെ ഉണ്ടല്ലേ? ഇത് കണ്ടോ? ഈ സംഭവം വളപ്പൊട്ടം തോന്നുന്നു കേട്ടോ. വളയാണ് കേട്ടോ, വളപ്പൊട്ടും. പിന്നെ അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. വഴിയല്ലേ അടിപൊളി, പോസിറ്റീവ് വൈബല്ലേ ഇവിടേക്ക് വരുമ്പോ. ഓരോ ഇവിടേക്ക് പോകുമ്പോഴും ഓരോ ചിത്രം നല്ല രസമുണ്ടാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ കുറെ സ്ത്രീകൾ ഇങ്ങനെ വിളക്കവും ഇതൊക്കെ എടുത്തിട്ട്. അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ കടക്കാൻ പറ്റില്ല, ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും പ്രാർത്ഥിച്ച് നിൽക്കുന്ന ചിത്രം, ഭാര്യയും ഭർത്താവും കൂടി നിൽക്കുന്ന, കുട്ടികളായി നിൽക്കുന്ന ചിത്രം. ചെണ്ട കൊട്ടുന്നു, ഒരു ആഘോഷം ഫീല് ഉണ്ടാക്കാൻ നോക്കുന്നു. ചെണ്ട കൊട്ടുകയാണ് അവര്. ഒരു ഉത്സവം. ഇത് തിരുവാതിരക്കളിയാണ് കേട്ടോ. നമ്മുടെ കൈയൊക്കെ കൊട്ടി നിൽക്കണത് കണ്ടില്ലേ? ഞാനൊരു കൈ കൊട്ട ഒന്നോ പൊട്ടി ഇങ്ങോട്ട് പോയാ ഭയങ്കര അതില്ലേ. ഇത് പനിയോ? നടുക്കൊരു പന വന്നിരിക്കുന്നു കണ്ടോ? ഇത് പനിയാണിത്. മേലൊക്കെ കണ്ടോ പന? ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ച്. മുമ്പത്തെ ഒരു ബ്രാഹ്മൺസ് കുടുംബമില്ലേ, അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ. അച്ഛൻ, അമ്മ, 2 കുട്ടികള്. മനസ്സിലായോ? ഇതാണ് കുറുനരി. ഡോറ ഊജി കാണുമ്പോൾ അതിൽ വലിയൊരു സാധനം ഏകദേശം ഇതുപോലെ ഉണ്ടാവില്ലേ? ഇത് മാന്. ഇതെന്താ സാധനം? ഡിനോസർ അല്ലേ? ഇങ്ങനെ വഴി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും വഴി. അങ്ങനെ ഇത് മൊത്തം ഒരു റൗണ്ടാണ്, പോയിട്ട് പുറത്തേക്കുള്ള വഴിയിലേക്ക് വരും അവസാനം. അങ്ങനെയാണ് നമ്മൾ സെക്യൂരിറ്റി പറഞ്ഞത്. അങ്ങനെയാണ് നിങ്ങൾ വന്ന വഴി തന്നെ വരാൻ പറ്റില്ല, തിരിച്ച് വേറൊരു വഴിയുണ്ട്, അപ്പുറത്തൊരു വഴി കണ്ടിട്ടുണ്ടായിരുന്നു, ആ വഴി വരാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ കൂടെ പോയിട്ടുണ്ട്. മാക്സിമം ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കുറേ പോയിട്ടുണ്ട്. കാരണം
ഒട്ടിച്ച് വെക്കുകയാണ് അല്ലേ. ഉം. ഒരു മരം ഉണ്ടായിരുന്നു, മരത്തിനെയൊക്കെ മുറിച്ച് മാറ്റിയൊരു ഇതാണ്. കക്കയുടെ വേസ്റ്റാണ് ഈ സാധനം. ഇവിടെയാണ് ഇത് കണ്ടോ, ഒരു ഗുഹ പോലെ ഉണ്ട് കേട്ടോ. രണ്ട് കോലങ്ങൾ. കരടിയല്ലേ? കരടിയാ? ഇതെന്താട്ടാ അതിൻ്റെ ഉള്ളിൽ ലേസിന് പാക്കറ്റ് തുരുക്കി കൊടുത്തേക്കും. ഇതിന്റെ ഉള്ളിലേ ഓരോ ലേസിന്റെ പാക്കറ്റൊക്കെ തിരികെ വെച്ചിരിക്കുന്നുണ്ട് കേട്ടാ. മൺപൊറ്റില്ലേ, പൊറ്റ്. ഇത് ടോയ്ലറ്റാണ്, ജെൻസിൻ്റെ ഉണ്ട്, ലേഡീസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഗ്രാനൈറ്റ് മാർബിളൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ യൂറോപ്യൻ ക്ലോസറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതിന് വേറൊരു വഴി. ഗുഹയ്ക്ക് പോവാണ്. ആ ഒരു ഗുഹ പോലെ ഉണ്ട് കേട്ടാ. ഇരുട്ട്, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ട്. നല്ല തണുപ്പില്ലേ? ഇവിടെ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് എത്തിയപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ചൂട്, ഇവിടെ ഭയങ്കര തണുപ്പില്ലേ. കാണുന്നുണ്ടോന്ന് അറിയില്ല ക്യാമറയിൽ. ഭയങ്കര രസമുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ, ഭയങ്കര കൂളിംഗ്. നല്ല രസമുണ്ട്, നല്ല തണുപ്പ്. എക്കോ വരിക സംസാരിക്കുന്നത്. നമുക്ക് ഇവിടെ ചെയ്ത് വെച്ചിരിക്കണില്ലേ അവര്. ഇതൊക്കെ എന്താണ്? ഇവിടെ കല്ലില്ലേ, വെള്ളാരം കല്ല്. വെള്ളാരം കല്ലിൻ്റെ കുറച്ച് ഐറ്റംസ് അല്ലേ. ചെറിയ വഴിയാണ് കണ്ടോ. ഇത് വേറൊരു വഴിയിലേക്ക് പോവാണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണ്ട. അപ്പോൾ നിങ്ങൾ മലമ്പുഴയൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ. റോക്ക് ഗാർഡൻ എന്നാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഒരിക്കലും വന്നത് വെറുതെ ആയി എന്ന് തോന്നില്ല. ഒരു ആർട്ട് വർക്കാണല്ലേ. അതെ, ഫുൾ ഒരു ആർട്ട് വർക്കാണ്. കാരണം എന്തേ ഇതാണ്ടാ തിരിച്ചിറങ്ങാനുള്ള വഴിയാണത്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നില്ല, നമുക്ക് തിരിച്ച് വീണ്ടും പോകണം. കാരണം ഇവിടെ ഇരിക്കാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. തണുപ്പുള്ള അവിടെ പോയിരിക്കും. ഇതാണ് പോവാനുള്ള വാതിൽ. അപ്പോൾ നമ്മൾ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.